ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു വൈറ്റ് പേപ്പർ വേണം, പിന്നെ ഒരു പെൻ വേണം. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് പറഞ്ഞു തരാം. ആദ്യം ക്ലീൻ ആയിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇങ്ങനത്തെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ 888 എന്നെഴുതുക. ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ നിങ്ങളിങ്ങനത്തെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ 888 എന്നെഴുതുക. അതിൻ്റെ താഴെ ഐ ഗോട്ട് മണി എന്നെഴുതുക. എന്തായിരുന്നു? ഐ ഗോട്ട് മണി എന്നെഴുതുക. അതിൻ്റെ താഴെ എനിക്ക് പൈസ ലഭിച്ചു. ദെൻ അതൊന്ന് സർക്കിൾ ചെയ്യാം. ഓക്കെ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ 888 എന്നെഴുതി. അതിൻ്റെ താഴെ ഐ ഗോട്ട് മണി എന്നെഴുതി. എനിക്ക് പൈസ ലഭിച്ചു എന്ന് മലയാളത്തിൽ എഴുതി. ദെൻ നമ്മളത് സർക്കിൾ ചെയ്തു. അതിനുശേഷം എത്രയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് അത് 4 കോർണറിലും 1 lakh ആണെങ്കിൽ 1 lakh 1 lakh 1 lakh 1 lakh. ഇനി 50,000 രൂപയാണെങ്കിൽ 50,000 50,000 50,000 50,000 എന്നെഴുതുക. ഓക്കെ, അപ്പോൾ പറഞ്ഞത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അത് നമ്മളുടെ ഒരു പേപ്പർ എടുത്തു. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ എഴുതി. അതൊന്ന് റൗണ്ട് ചെയ്തു. പിന്നെ എത്രയാണ് എമൗണ്ട് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ 4 സൈഡിലും എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനെ 3 മടക്കാം. 1 2 and 3. നമ്മൾ ഇതിങ്ങനെ വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് 3 ടൈംസ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 തവണ പറയുക. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാഗിൽ അല്ലെങ്കിൽ പേഴ്സിൽ എവിടെയാണോ നിങ്ങൾ പൈസ വെക്കുന്നത് അവിടെ ഇത് സൂക്ഷിക്കുക. ബില്ലുകളുടെ കൂടെ, ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു പേപ്പർ വെക്കാതിരിക്കുക. പൈസ എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ പേപ്പർ സൂക്ഷിക്കാം. ഓക്കെ, വൺസ് നിങ്ങളിത് നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് കളയാവുന്നതാണ്, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിത് ലഭിക്കുന്ന ഈ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം വരെ രാവിലെയും രാത്രിയും ഇത് കയ്യിലെടുത്തിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് 3 തവണ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്, രാവിലെയും രാത്രിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരെയും യൂണിവേഴ്സ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീ സ്നേഹ സൈനിങ് ഓഫ്. ബൈ.